സഹിച്ചിരിക്കുന്നതെന്ന് യേശുപ്പച്ചന് താഴെ അതുപോലെ 3 ഇഞ്ചോളം വലിപ്പമുള്ള മുൾക്കിരീടം അടിച്ചിറക്കി തന്റെ കണ്ണിലേക്ക് അത് ആഴ്ന്നിറങ്ങി എന്ന് ബൈബിളിൽ പറയുന്നു. എന്തോരം വേദനയായിരിക്കും യേശുപ്പച്ചൻ സഹിച്ചത്. ഒന്നല്ല രണ്ടല്ല, നിരവധി മുള്ളുകൾ നിറഞ്ഞ മുൾക്കിരീടമാണ് യേശുപ്പച്ചന്റെ തലയിലേക്ക് ആഴ്ന്നിറക്കിയത്. എന്തോരം വേദനയായിരിക്കും യേശുപ്പച്ചൻ അപ്പോൾ സഹിച്ചിട്ടുണ്ടാവുക. നമ്മൾ ചെയ്ത ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിനാണ് യേശുപ്പച്ചൻ ഈ നിന്ദകളെല്ലാം സഹിച്ചത്. പലരും അവനെ യേശുപ്പച്ചൻ എന്ത് ചെയ്തെന്നറിയാമോ? ചവിട്ടി. പലരെന്ത് ചെയ്തു? മുള്ളുകൾ കൊണ്ട് നിറഞ്ഞ ചാട്ടവാർ ഉപയോഗിച്ച് തന്റെ ശരീരത്തിൽ അടിച്ച് ആഴമായ മുറിവുകൾ ഏൽപ്പിച്ചു. ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാമോ? ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ആ യേശുപ്പച്ചനെ അനുസരിക്കാതെ പാപത്തിലേക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു? കാലുകൾ വെക്കുന്നു. അതെല്ലാം നല്ലതാണോ? അല്ല. ആ യേശുപ്പച്ചനെ എത്ര പേർ സ്നേഹിക്കുന്നുണ്ട്? ആ യേശുപ്പച്ചനെ ഹൃദയത്തിൽ കൊണ്ടിട്ടില്ലാത്തവരെന്ന് കൈവക്കുകയും ആ യേശുപ്പച്ചനെ ഞാൻ ഇന്നു മുതൽ എന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കും. ഒരു കൂട്ടുകാരെ, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാർ കൈ പൊക്കിയത് കൊണ്ട് നിങ്ങൾ പൊക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിൽ പറയണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ആ യേശുപ്പച്ചനെ ഇഷ്ടമാണ്, ഞാൻ ആ യേശുപ്പച്ചനെ എന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കും. സ്വന്തമായിട്ട് പറയണം. നിങ്ങളുടെ കൂട്ടുകാർ പൊക്കുന്നത് കൊണ്ട് പൊക്കല്ല്, ഞാൻ സാറ് പറഞ്ഞത് കൊണ്ട് പൊക്കല്ല്. നിങ്ങൾക്ക് സ്വയമായി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ യേശുപ്പച്ചനെ എന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുമെന്ന് സ്വയമായി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൈപൊക്കാവൂ. മറ്റൊരാൾ പറഞ്ഞത് കേട്ടിട്ടല്ല. ആ യേശുപ്പച്ചനാണ് എനിക്ക് ബുദ്ധി തന്നത്, ആ യേശുപ്പച്ചനാണ് എനിക്ക് കഴിവ് തന്നത്, അതുകൊണ്ട് ഞാൻ ആ യേശുപ്പച്ചനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ആ യേശുപ്പച്ചനെ എന്റെ ഉള്ളിലേക്ക് ഞാൻ എന്റെ യേശുപ്പച്ചനെ കൊണ്ടുപോകും എന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരാൾ പറഞ്ഞത് കേട്ടിട്ടല്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം യേശുപ്പച്ചനോട് നിങ്ങൾക്ക് ഈ സമയം ഏറ്റു പറയാം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്ത തെറ്റുകള്, നിങ്ങളുടെ കൂട്ടുകാരോട് ചെയ്ത തെറ്റുകള്, നിങ്ങളുടെ അധ്യാപകരോട് ചെയ്ത തെറ്റുകള് എല്ലാം ഈ സമയം നിങ്ങൾക്ക് ഏറ്റു പറയാം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്ത തെറ്റുകളൊക്കെ ഉണ്ട്. കള്ളം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് നോക്കിക്കേ. നോക്കിയിട്ട് യേശുപ്പച്ചനോട് ഏറ്റു പറഞ്ഞേ, കർത്താവേ, ഞങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം ഞങ്ങളോട് പൊറുക്കണമേ. എല്ലാവരും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ, സമർപ്പണത്തോട് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ, എന്നെ പുതിയൊരു മകനാക്കണമേ. കർത്താവേ, എന്നെ